എന്താടോ? സാറെ വക്കീല് വിളിച്ചിരുന്നു. സാറിന് സുഖമില്ല, സാർ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് കോടതി അറിയിക്കാമെന്ന് പറഞ്ഞു. ഒന്നും വേണ്ട, കോടതി വിധി എനിക്ക് കേൾക്കണം. അതിന് നമ്മുടെ ആൾക്കാർ സെക്രട്ടറി അടക്കം കോടതിയിലുണ്ടല്ലോ. കോടതി വിധി എന്താണെന്ന് അവരറിയിക്കും. അപ്പോ ഈ കേസ് ജയിക്കാൻ ഒരു സാധ്യതയില്ലെന്നാണ് താൻ പറഞ്ഞു വരുന്നത് അല്ലേ? എന്താടോ തന്റെ നാവിറങ്ങിപ്പോയോ? നമ്മൾ തന്നെ ജയിക്കും, എന്നാലും. അപ്പോ തോൽക്കാനാണ് സാധ്യത കൂടുതൽ അല്ലേ? അതല്ല കരുണാകര, ഒരുപക്ഷെ നീ കേസിൽ തോറ്റ ബഹളവും കൂക്കുവിളിയും ചീമുട്ടയറും ഒക്കെ ഉണ്ടായാലോ. നാണക്കേട് ഏറ്റുവാങ്ങാൻ നീ പോകണ്ട. അങ്ങനെയാണെങ്കിൽ പോവണ്ടെന്ന് തന്നെ എന്റെ അഭിപ്രായം. എന്നാ ഞാൻ വരുന്നില്ല, താൻ കോടതിയിലേക്ക് പൊയ്ക്കോ. പിന്നെ കാര്യങ്ങൾ അറിഞ്ഞാലുടൻ താൻ എന്നെ വിളിക്കണം. ഇനി ജയിൽവാസം കൂടി കുറിപ്പിന് ഈ ജന്മം അനുഭവിക്കാൻ വിധിയുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ നടക്കട്ടെ. എന്നാ ഞാൻ അങ്ങോട്ട്. ശരി. അച്ഛൻ വിഷമിക്കേണ്ട അച്ഛാ. ഇതേത് മഹാഭാവി ചെയ്തതായാലും അവന്റെ തലയിൽ ഇടിത്തീ വീഴും. അച്ഛാ, ഇതെന്താ പറ്റിയേ? അറിയില്ല മോനെ. വല്ല ഷോർട്ട് സർക്യൂട്ടോ മറ്റാണോ? അല്ല, ഇതാരോ കത്തിച്ചതാ. കണ്ടവൻ്റെ ഓട്ടോ വിറ്റ് മനോജിനെ സഹായിക്കാൻ പോണു അത്രേ. ഇനി കാണട്ടെ അവനെ സഹായിക്കുന്നത്. നക്കാപ്പിച്ച പൈസയെ ഓട്ടോയ്ക്ക് കിട്ടുള്ളൂങ്കിലും അതുപോലും ഇനി അവന് കിട്ടാൻ പാടില്ല. ഈ പാവം കണ്ണിച്ചവരുള്ളവരാരും ചെയ്യില്ല. അതില്ലാത്തവര് ഇതും ചെയ്തതിനപ്പുറവും ചെയ്യും. മനോജിന് ആരെങ്കിലും സംശയമുണ്ടോ? എനിക്കിപ്പോ എല്ലാരെയും സംശയം. ഞാൻ നോക്കിയിട്ട് ഏതായാലും ഈ കുടുംബത്തിൽ ഒരു ശുദ്ധികലശം ആവശ്യം. കർമ്മികളെ വിളിച്ചു വരുത്തി പൂജ നടത്തിയിട്ടൊന്നും കാര്യമില്ല. പുതിയ ACP എന്റെ ഫ്രണ്ടാ. ഒരു പരാതി കൊടുത്താലോ? വേണ്ട മോനെ. പരാതി പരിഗണിക്കേണ്ട ദൈവങ്ങൾ പോലും കണ്ണടച്ചിരിക്കുകയല്ലേ. അന്നം കൊണ്ടുവരേണ്ട വഴിയല്ലേ കത്തിച്ച് ആമ്പലായി കിടക്കുന്നത്. വിഷമിക്കാതെ വിഷമിക്കാതെ. എന്നാലും ഈ കൊടുംചതി ആരാണാവോ? ഓ, കണ്ണിച്ചോരില്ലാത്ത പരിപാടിയായി പോയി. പ്രകാശേട്ടന്റെ മുണ്ടാണല്ലോ. ഇതിന്റെ അച്ഛൻ എങ്ങനെ കത്തിക്കരിഞ്ഞു? അത് പിന്നെ അബദ്ധത്തിൽ മറ്റോ തീപ്പെട്ടിക്കൊള്ളിയോ എനിക്കറിയില്ല.
ഈ മുറിയിൽ ആരും തീപ്പെട്ടി കത്തിക്കാറില്ല. നിങ്ങൾ ഇതിനകത്ത് പുകവലിക്കാറുമില്ല. വിളക്ക് കൊളുത്താൻ തീപ്പെട്ടി കത്തിക്കുന്നത് പൂജാമുറിയില. പിന്നെ ആര് ഇവിടെ തീപ്പെട്ടിക്കൊള്ളി വലിച്ചെറിയാൻ? അപ്പോ ഓട്ടോറിക്ഷയ്ക്ക് തീയിട്ടത് നിങ്ങളാണല്ലേ? കണ്ണിച്ചോരയില്ലാത്തൊരു പ്രവൃത്തി ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നു? സുത്രേ, ഞാനിത് എല്ലാവരോടും പറയും. സ്വന്തം അച്ഛന്റെ അന്നം മുട്ടിച്ചത് മോനാണെന്ന് എല്ലാരോടും ഞാൻ വിളിച്ചു പറയും. എല്ലാരും അറിയട്ടെ. ഇല്ല, നീ ആരോടും പറയില്ല. പറഞ്ഞാൽ അന്ന് നീ ഈ വീടിന്റെ പടിയിറങ്ങും. എനിക്കില്ലാത്ത ബന്ധവും സ്വന്തമൊന്നും നീ ഇവിടെ ആരോടും ഉണ്ടാക്കണ്ട. എല്ലാവരോടും വിളിച്ചു പറയും മുമ്പേ നിന്റെ ബാഗും പെറുക്കി കെട്ടി ഞാൻ കെട്ടിയ താലി ഊരി ഈ ബെഡിൽ വെക്കണം. പിന്നെ മോൻ, അത് നിനക്ക് വേണമെങ്കിൽ നിനക്ക് കൊണ്ടുപോവാ, അല്ലെങ്കിൽ നിനക്ക് വേണ്ടെങ്കിൽ അവൻ എന്റെ കൂടെ വളരും, സത്യസന്ധനായി. എന്താ വേണ്ടേന്നേ നിനക്ക് തീരുമാനിക്കാം. ഞാൻ അപ്പുറത്ത് കാണും.